ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം. കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിലായി അത്യാസന്ന നിലയിൽ കഴിഞ്ഞ MST സന്യാസ സഭാംഗമായ ഫാദർ സോഗിൻ ചെറിയലിന്റെ ദൈവകരുതലിന്റെ അനുഭവ സാക്ഷ്യം ഈ ആഴ്ചത്തെ ചർച്ച് ബിറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വെന്റിലേറ്ററിലായിരുന്നപ്പോഴും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ച യുവവൈദികൻ മരണക്കിടക്കയിൽ നിന്ന് അത്ഭുതകരമായ ജീവിതത്തിലേക്ക് വന്നതിന്റെ നേർസാക്ഷ്യം ഈ ആഴ്ചത്തെ ചർച്ച് ബിറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കോവിഡ് പോസിറ്റീവായ ആദ്യ ദിനങ്ങളിൽ താൻ വിചാരിച്ചത് മറ്റുള്ളവരെ പോലെ തന്റെ രോഗവും പെട്ടെന്ന് തന്നെ സുഖമാകുമെന്നാണ്. എന്നാൽ പിന്നീടുള്ള ദിനങ്ങൾ പ്രതീക്ഷ അസ്തമിച്ച ദിവസങ്ങളായിരുന്നുവെന്നും MST സന്യാസ സഭാംഗമായ ഫാദർ സോഗിൻ ചെറിയിൽ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. ജെറമിയ 30:17. ഈ ദൈവിക വാഗ്ദാനം ജീവിതത്തിൽ അനുഭവിച്ച ഒരു വൈദികനാണ് ഞാൻ. കോവിഡ് പോസിറ്റീവായപ്പോൾ ഞാനും ചിന്തിച്ചത് സാധാരണ എല്ലാവരെയും പോലെ തന്നെ 6-7 ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെയും ഈ കോവിഡ് രോഗം ഇല്ലാതാകുമെന്നാണ്. എന്നാൽ പ്രതീക്ഷകൾ മാറി മറിഞ്ഞത് പിന്നീടുള്ള ദിവസങ്ങളിലായിരുന്നു. കോവിഡും ന്യൂമോണിയയും അതിഗുരുതരമായി ബാധിച്ച 1 മാസക്കാലം 16 ദിവസം ICUവിലും 10 ദിവസം വെന്റിലേറ്ററിലും ഇതിനോടകം രോഗീലേപനവും ലഭിച്ച ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ദൈവിക സാക്ഷ്യം പങ്കുവയ്ക്കുവാനായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് മാത്രമാണ്: ദൈവത്തിൻ്റെ സ്നേഹവും അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരവും. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ജപമാലയുമാണ് തനിക്ക് കരുത്തേകിയതെന്ന് ഫാദർ സോഗിൻ ചെറിയിൽ പറയുന്നു. അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് താൻ സൗഖ്യപ്പെട്ടതെന്നും ഫാദർ സോഗിൻ കൂട്ടിച്ചേർത്തു. വിശ്വാസത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, ദൈവം എന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തിയെന്ന്. അതോടൊപ്പം തന്നെ അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അച്ഛൻ്റെ ഈ ജീവിതം. അത്രയും പ്രാർത്ഥന ലഭിച്ച ഒരു വൈദികനാണ് ഞാൻ. ഷക്കീന TV-യിലൂടെയും ഞാൻ അംഗമായിരിക്കുന്ന സെൻറ് തോമസ് മിഷണറി സൊസൈറ്റിയിലെ ഓരോ വൈദികരിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെ ഷെയർ ചെയ്യപ്പെട്ട എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളിൽ പങ്കുചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും അച്ഛൻ ഈ നിമിഷം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞാൻ സൗഖ്യം ലഭിച്ച ആ നിമിഷം മുതൽ ഞാൻ ഇന്ന് വരെ അർപ്പിച്ച ഓരോ ദിവ്യബലിയിലും ഉയർത്തപ്പെട്ട യേശുവിൻ്റെ തിരിച്ച രക്തങ്ങളോടൊപ്പം ഞാനും ഉയർത്തിയത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ മനസ്സുകളെയുമാണ്. വെന്റിലേറ്ററിലായിരിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ കാര്യമാണെന്നും എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം അത് ദൈവം തന്നെ സുഖപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നുവെന്നും ഫാദർ സോഗിൻ പങ്കുവയ്ക്കുന്നു. വെന്റിലേറ്ററിലേക്ക് എന്നെ മാറ്റിയ നിമിഷം മുതൽ എൻ്റെ ചുറ്റും നടന്ന കാര്യങ്ങളോ എൻ്റെ ശാരീരികമായ അവസ്ഥയോ പറയാൻ എനിക്ക് ഓർമ്മയില്ല. മരണത്തിൻ്റെ താഴ്വരയിലേക്ക് ഞാൻ വഴുതി വീഴുകയാണ് എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞപ്പോഴും ഞാനെന്ന പുരോഹിതൻ ഇനിയില്ല എന്ന് എനിക്ക് തോന്നിയപ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടത് ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തിലൂടെ ദൈവം എൻ്റെ കൈകൾ പിടിച്ച അനുഭവം, ആ ദൈവിക സാന്നിധ്യം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും എൻ്റെ കൈകൾ കൊണ്ട് സ്പർശിക്കുകയും ചെയ്തു. വെന്റിലേറ്ററിൽ ആയിരിക്കുക എന്നത് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരവസ്ഥയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷങ്ങൾ ദൈവം എന്നെ സ്പർശിച്ച നിമിഷമായിരുന്നു. ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകിയ നിമിഷങ്ങളായിരുന്നു അത്. പാലാരൂപതയിലെ രാമപുരം ഇടവകാംഗമായ ഫാദർ സോഗിൻ 5 മക്കളിൽ ഏറ്റവും ഇളയവനാണ്. 2014 ഡിസംബർ 30 മാണ്ഡ്യ രൂപത മെത്രാൻ മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന തിരുപ്പട്ട സ്വീകരണ ചടങ്ങിൽ ഇൻഡോർ രൂപത മെത്രാൻ മാർ ചാക്കോ തോട്ടുമാലിക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം 1 വർഷം എറണാകുളം അതിരൂപതയിലും പിന്നീട് 2 വർഷം MST സന്യാസ സഭയുടെ മിഷൻ പ്രദേശമായ പഞ്ചാബിലും പിന്നീട് തലശ്ശേരി അതിരൂപതയിൽ 2 വർഷക്കാലവും തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 2 വർഷക്കാലവും B.Ed പഠനവും അതോടൊപ്പം ചമ്പക്കര ഇടവകയിൽ കൊച്ചച്ചനായും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഫാദർ സോഗിൻ. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും 100 ദിവസം കൊണ്ട് 52 കുടുംബങ്ങൾ ചേർന്ന് തൃശൂരിലെ പുല്ലുകണ്ടത്ത് നിർമ്മിച്ച സെന്റ് ജോർജ് ദേവാലയം ശ്രദ്ധേയമാകുന്നു. സാമ്പത്തികമായി യാതൊരു നീക്കിയിരിപ്പുമില്ലാതെ തുടങ്ങിയ പണി പുല്ലുകണ്ടം സെന്റ് ജോർജ് ഇടവകാംഗങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രയത്നം കൊണ്ടാണ് അതിവേഗം പൂർത്തിയാക്കിയത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ദേവാലയത്തിന്റെ കൂദാശകർമ്മം നിർവഹിച്ചു. ജനുവരിയിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ
മാർ ടോണി നീലങ്കാവിൽ ദേവാലയത്തിന് തറക്കല്ലിട്ടതു മുതൽ ഈ ദിവസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഓരോ ഇടവകാംഗവും. പള്ളിപ്പറമ്പിലും ഇടവകക്കാരുടെ പറമ്പുകളിലും കപ്പയും വാഴയും കൃഷി ചെയ്തും ആടുകളെ വളർത്തിയുമൊക്കെ പള്ളിപ്പണിക്കുള്ള പണം കണ്ടെത്തി. ഇടവകാംഗങ്ങൾ കയ്യിലുള്ളതെല്ലാം പള്ളിപ്പണിക്കായി സംഭാവന ചെയ്തു. പള്ളി നിർമ്മാണത്തിനായി പള്ളിപ്പറമ്പിൽ നട്ടുവളർത്തിയ 1 കിലോ പാവയ്ക്ക 36,000 രൂപയ്ക്ക് വരെയാണ് ലേലം വിളിച്ചത്. സാമ്പത്തിക സഹായം മാത്രമല്ല, പള്ളിപ്പണിക്ക് സഹായിച്ചതും ഇടവകാംഗങ്ങളാണ്. പകലിന്റെ അധ്വാനം കഴിഞ്ഞ് രാത്രി 6 മണിയോടെ 70-ലധികം വരുന്ന ഇടവകാംഗങ്ങൾ പള്ളിപ്പണിയിൽ പങ്കുചേർന്നു. അധ്വാനത്തിന് ശേഷം ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഭക്ഷണവും കഴിഞ്ഞാണ് വീടുകളിലേക്ക് മടങ്ങാറെന്നും ഇടവക വികാരി ഫാദർ വർഗീസ് എടക്കളത്തൂർ പറഞ്ഞു. പുല്ലങ്കണ്ടം വടക്കാഞ്ചേരി അടുത്ത് വാഴാനി ഡാമിനടുത്തുള്ള ഒരു മലയോര ഗ്രാമമാണ്. 4 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഏകദേശം 52 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ 53 വർഷമായിട്ട് ഇവിടെ കുർബാനയുണ്ട്. ഒരു കുറച്ച് കപ്പേളയിലായിരുന്നു കുർബാനയ്ക്ക് ചൊല്ലിക്കൊണ്ടിരുന്നത്. 10 വർഷമായിട്ട് ഇടവകയായിട്ടുണ്ടായിരുന്നു. ആ കപ്പേള തന്നെയാണ് തുടർന്നിരുന്നത്. കഴിഞ്ഞ ജനുവരി 6-ാം തീയതിയാണ് പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടത്. ഏപ്രിൽ 25-നാണ് വെഞ്ചരിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. 110-ാമത്തെ ദിവസമാണ് വെഞ്ചരിക്കാൻ വെച്ചിരുന്നത്. കോവിഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ കർഫ്യൂ ആയതുകൊണ്ട് അന്ന് മാറ്റിവെക്കേണ്ടി വന്നു. പിന്നെ 100 ദിവസം കൂടെ കാത്തിരുന്ന് വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമായ ഇന്ന് ഓഗസ്റ്റ് 4-ാം തീയതി അതിൻ്റെ വെഞ്ചരിപ്പ് നടക്കുകയാണ്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. 52 കുടുംബാംഗങ്ങളും വളരെ സജീവമായിട്ട് പണിയെടുത്തിട്ടാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. അവർക്ക് സാമ്പത്തികമായ നീക്കിയിരിപ്പുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 4000 സ്ക്വയർ ഫീറ്റുള്ള ഈ ദേവാലയം 100 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 30-32 ലക്ഷത്തിനുള്ളിൽ അത് പണി തീർക്കാനായിട്ട് സാധിച്ചത് ജനങ്ങളുടെ സഹകരണത്തിന്റെ വലിയൊരു അടയാളം കൂടിയാണ്. ചേറൂർ പള്ളിയുടെയും പിന്നീട് കുണ്ടുകാട് പള്ളിയുടെയും കീഴിലായിരുന്ന ഇടവക 10 വർഷം മുമ്പാണ് സ്വതന്ത്ര ഇടവകയായത്. ഏപ്രിൽ 25-ന് കൂദാശകർമ്മം നടത്താൻ തീരുമാനിച്ചെങ്കിലും കോവിഡിനെ തുടർന്ന് മാറ്റുകയായിരുന്നു. ഒത്തൊരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന വലിയ മാതൃക കൂടിയായി മാറുകയാണ് പള്ളി നിർമ്മാണം. മഞ്ഞുമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ വേനൽക്കാല മഞ്ഞുമഴ പുനരാവിഷ്കരിച്ച് റോമിലെ മേരി മേജർ ബസിലിക്ക. AD 352-ൽ വേനൽക്കാലത്ത് പരിശുദ്ധ മറിയം ലിബേരിയൂസ് പാപ്പായ്ക്ക് വെളിപ്പെടുത്തിയ പ്രകാരം പിറ്റേ ദിവസം മഞ്ഞുവീഴ്ചയുണ്ടായ സ്ഥലത്താണ് ബസിലിക്ക നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. AD 358 ഓഗസ്റ്റ് 5-ന് കടുത്ത വേനൽ സമയത്ത് എസ്ക്വിലിൻ കുന്നിലുണ്ടായ അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 5-ന് റോമിലെ മേരി മേജർ ബസിലിക്കയിൽ പുനരാവിഷ്കരിക്കുന്നത്. ലിബേരിയൂസ് പാപ്പയ്ക്ക് ലഭിച്ച പരിശുദ്ധ മറിയത്തിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം എസ്ക്വിലിൻ കുന്നിലേക്ക് പ്രദക്ഷിണമായി പോയ വിശ്വാസികൾ കൊടും ചൂടിന്റെ സമയത്തുണ്ടായ മഞ്ഞുമഴ ദർശിക്കുകയും മാതാവ് ആവശ്യപ്പെട്ട പ്രകാരം അവിടെ ദേവാലയ നിർമ്മാണം ആരംഭിക്കുകയുമായിരുന്നു. എഫെസോസ് കൗൺസിലിൽ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സിക്സ്റ്റസ് 3-ാം പാപ്പയാണ് തൽസ്ഥാനത്ത് ഒരു ബസിലിക്കയ്ക്ക് അടിസ്ഥാനമിട്ടത്. വർഷം തോറും ഓഗസ്റ്റ് 5-ന് വേനൽക്കാല മഞ്ഞുമഴയെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ വെള്ള റോസാപ്പൂവിതളുകൾ മുകളിൽ നിന്ന് വർഷിക്കുന്ന അസാധാരണ ആചരണത്തിന് സാക്ഷ്യം വഹിക്കാൻ ബസിലിക്കയിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തുക പതിവാണ്. സന്ധ്യാസമയത്ത് ദേവാലയത്തിന് പുറത്തും ഈ പൂവിതളുകളുടെ വൃഷ്ടി നടത്താറുണ്ട്. റോമൻ ജനതയുടെ മധ്യസ്ഥയായി വണങ്ങപ്പെടുന്ന പരിശുദ്ധ മറിയത്തിന്റെ സാലുസ് പോപ്പുലി റൊമാനി ചിത്രവും ഈ ദേവാലയത്തിലാണ് വണക്കത്തിലുള്ളത്. തന്റെ പേപ്പൽ വാഴ്ചയുടെ ആദ്യ ദിനത്തിൽ ബസിലിക്ക സന്ദർശിച്ച് പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലിക യാത്രകൾക്ക് മുൻപും ശേഷവും ഇവിടെ എത്തി സന്ദർശനം നടത്തുന്നത് പതിവാണ്. 2 ലോകമഹായുധങ്ങൾ ഉൾപ്പെടുന്ന 136 വർഷ കാലയളവിൽ നിത്യദിവ്യകാരുണ്യ ആരാധന രാപ്പകൽ മുടക്കം വരുത്താതെ തുടരുന്ന പാരീസിലെ മോണ്ടമാട്രയിലെ തിരുഹൃദയ ബസിലിക്ക ശ്രദ്ധേയമാകുന്നു. യുദ്ധങ്ങളെയും പ്രതികൂലങ്ങളെയും ക്വാറന്റൈനുകളെയും തരണം ചെയ്ത് ഒരു നൂറ്റാണ്ടിലേറെയായി നിലകൊള്ളുന്ന ബസിലിക്ക ഫ്രഞ്ച് കത്തോലിക്കരുടെ അഭിമാനവും വിശ്വാസ പൈതൃകവും കൂടിയായാണ് കണക്കാക്കപ്പെടുന്നത്. നിത്യദിവ്യകാരുണ്യ ആരാധനയ്ക്ക് തടസ്സമായി കടന്നുവന്ന യുദ്ധത്തിന്റെ ഭീകര അന്തരീക്ഷങ്ങളിലും സ്ഫോടനങ്ങളിലും കോവിഡ് മൂലമുണ്ടായ ക്വാറന്റൈൻ നാളുകളിലും പ്രാർത്ഥനകളിൽ മുടക്കം വരുത്താതെ പാരീസിലെ മോണ്ട്മാർത്രയിലുള്ള തിരുഹൃദയ ബസിലിക്കയിൽ ദിവ്യകാരുണ്യ ആരാധന അവിരാമം നയിച്ചുകൊണ്ടിരിക്കുന്നത് ബെനഡിക്ടൈൻ സന്യാസിനിമാരുടെ നേതൃത്വത്തിലാണ്. 1885-ൽ ആരംഭിച്ച ബസിലിക്കയിലെ ദിവ്യകാരുണ്യ ആരാധന 2 ലോകമഹായുദ്ധങ്ങളുടെ നാളുകളിലും അഭംഗുരം തുടരാനായത് വലിയ ദൈവിക പ്രവൃത്തിയായിട്ടാണ് ബെനഡിക്ടൈൻ സന്യാസിനിമാർ അനുസ്മരിക്കുന്നത്. 1944-ലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ സമയത്ത് ബസിലിക്കയ്ക്ക് സമീപത്ത് വരെ അതിന്റെ പ്രത്യാഘാതങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായപ്പോഴും ദേവാലയത്തിലെ നിത്യാരാധനയിൽ പ്രാർത്ഥനാ നിരതരായിരുന്നവർ ദിവ്യകാരുണ്യാരാധനയ്ക്ക് മുടക്കം വരുത്താൻ തയ്യാറായിരുന്നില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിലെ ക്വാറന്റൈൻ നാളുകളിൽ അന്മായർക്ക് ദേവാലയാനുമതി നിഷേധിക്കപ്പെട്ടപ്പോഴും
ബെനഡിക്ടൈൻ സന്യാസിനിമാർ രാവും പകലും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടിരുന്നു. 1875 ആരംഭിച്ച ബസിലിക്കയുടെ നിർമ്മാണം 1914 പൂർത്തിയായത് എങ്കിലും നിർമ്മാണം തുടങ്ങി 10 വർഷങ്ങൾക്ക് ശേഷം നിത്യാരാധനയ്ക്ക് ആരംഭം കുറിക്കുകയായിരുന്നു. ഫ്രഞ്ച് കത്തോലിക്ക ജനതയുടെ വികാരവും അഭിമാനവുമായി മാറിയ ബസിലിക്ക ഇന്ന് സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ പുതുതായി ചേർത്ത മത്സര ഇനമായ സർഫിംഗിൽ ആദ്യ സ്വർണം കരസ്ഥമാക്കിയ കത്തോലിക്ക വിശ്വാസിയായ ബ്രസീലിയൻ സർഫർ ഇറ്റാലോ ഫെരേരയുടെ ക്രിസ്തുസാക്ഷ്യം ശ്രദ്ധേയമാകുന്നു. തന്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ അപൂർവ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നും എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും ഫെരേര ഓൺലൈൻ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. O tempo nem precisou chegar ao fim para que a primeira medalha de ouro do Brasil já pudesse ser comemorada. സ്വർണ്ണ മെഡൽ സ്വീകരിക്കുന്നതിന്റെയും നഖത്തിൽ വിശ്വാസം എന്ന് എഴുതിയിരിക്കുന്നതിന്റെയും ദൈവത്തെ സൂചിപ്പിക്കുന്നതിനായി ആകാശത്തേക്ക് കൈ ചൂണ്ടിക്കാട്ടുന്നതിന്റെയും ഫോട്ടോകൾ ഫെരേര തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ അപൂർവ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നും എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും മറ്റുള്ളവർ ഉറങ്ങുന്ന സമയമായതിനാലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയുന്നതിനാലും ദൈവവുമായി സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാണെന്നും നേട്ടത്തിന് പിന്നാലെ ബാൻ സ്പോർട്സ് പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ ഫെരേര വെളിപ്പെടുത്തി. തന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് തനിക്ക് തന്റെ ദൈവവിശ്വാസം ലഭിച്ചതെന്നും സ്വർണ്ണ മെഡൽ ജേതാവ് പറയുന്നു. തന്റെ അമ്മയാണ് തന്നെ എല്ലാം പഠിപ്പിച്ചതെന്ന് പറഞ്ഞ ഫെരേര തനിക്ക് വേണ്ടതെല്ലാം അമ്മയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചതെന്നും അമ്മ അൾത്താരയ്ക്ക് മുന്നിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നും കൂട്ടിച്ചേർത്തു. തന്റെ ദൈവവിശ്വാസത്തിന്റെ പ്രകടനമെന്നോണം ഫെരേര തന്റെ നഖത്തിൽ വിശ്വാസമെന്ന് എഴുതുകയും 21-ാം നൂറ്റാണ്ടിലെ ഡോൺ ബോസ്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്പാനിഷ് വൈദികൻ ഫാദർ ഇഗ്നാസിയോ മരിയ ഡൊണോറോയുടെ ജീവിതസാക്ഷ്യം മാധ്യമ ശ്രദ്ധ നേടുന്നു. തനിക്കായി ജീവിതം ബലിയർപ്പിച്ച ക്രിസ്തുവിനെ അനുകരിച്ച് ദാരിദ്ര്യത്തിന്റെയും ചൂഷണത്തിന്റെയും അധാർമികതയുടെയും ഇരകളാക്കപ്പെടുന്ന അസംഖ്യം കുഞ്ഞുങ്ങൾക്കായി ജീവിതം ബലിയാക്കി മാറ്റിയിരിക്കുകയാണ് ഫാദർ ഇഗ്നാസിയോ. മിലിട്ടറി ചാപ്ലെയിൻ എന്ന സിവിൽ ഗാർഡിലെ ആദരണീയ പദവിയും ജന്മനാടും ഉപേക്ഷിച്ച് ദരിദ്രരും അവഗണിക്കപ്പെട്ടവരും ചൂഷണങ്ങൾക്ക് ഇരകളാകുന്നവരുമായ കുഞ്ഞുങ്ങൾക്കായി പെറുവിലെ വനാന്തരീക്ഷത്തിലേക്ക് കുടിയേറിയ ഫാദർ ഇഗ്നാസിയോ ഇന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും ജീവിക്കുന്ന പ്രഘോഷകനാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന നിരവധി കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി ദൈവപിതാവുണ്ടെന്നും അവരെ സ്നേഹിക്കുന്ന അമ്മയായി പരിശുദ്ധ മറിയമുണ്ടെന്നും പഠിപ്പിച്ച് അവരെ പ്രത്യാശയുടെ ജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്താനായി നസ്രത്ത് ഹോം എന്ന പേരിൽ സ്ഥാപനത്തിനും അദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട്. 2002 എൽ സാൽവദോറിൽ സ്പാനിഷ് നാഷണൽ പോലീസ് മിഷന്റെ ഭാഗമായി കടന്നുചെന്ന ഫാദർ ഇഗ്നാസിയോ സാക്ഷ്യം വഹിച്ച മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുടുംബത്തിന്റെ ദുരനുഭവമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലായിരുന്ന ഒരു കുടുംബം തളർവാദം പിടിപെട്ട തങ്ങളുടെ 14 വയസ്സുള്ള മകൻ മാനുവലിനെ മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് വെറും $25 വിറ്റ് കുടുംബത്തിന് ഉപജീവനമാർഗം കണ്ടെത്തുന്ന നിസ്സഹായാവസ്ഥയിൽ വേദന താങ്ങാനാകാതെ ഫാദർ ഇഗ്നാസിയോ സ്വയം മനുഷ്യക്കടത്ത് സംഘത്തിലെ ഒരു അംഗമായി വേഷം കെട്ടുകയും പറഞ്ഞുറപ്പിച്ചിരുന്ന തുകയിൽ കൂടുതൽ നൽകി ബാലനെ തന്റെ കൂടെ കൊണ്ടുപോകുകയുമായിരുന്നു. മാനുവലിന് വേണ്ട ചികിത്സ നൽകി അവനെ തളർവാദത്തിൽ നിന്ന് പോലും കരകയറ്റിയ ഫാദർ ഇഗ്നാസിയോ മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് വിൽക്കപ്പെട്ട് അവയവ മാഫിയകൾക്കും സെക്സ് മാഫിയകൾക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെ പ്രതിയുള്ള ക്രിസ്തുവിന്റെ വേദന ഏറ്റെടുത്ത് അവർക്കായി സ്വയം സമർപ്പിച്ച് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയായിരുന്നു. ചൂഷണങ്ങൾക്കും ദാരിദ്ര്യത്തിന്റെ പാർശ്വഫലങ്ങൾക്കും ഇരകളാകുന്നവരുടെ കണ്ണുനീരിൽ താൻ കുരിശിലെ ക്രിസ്തുവിന്റെ രോദനമാണ് കാണുന്നതെന്ന് ഫാദർ ഇഗ്നാസിയോ പറയുന്നു. 2015 മാർച്ച് 14 മാഫിയ അംഗങ്ങൾ ക്രൂരമായി അദ്ദേഹത്തെ ആക്രമിക്കുകയും മരിച്ചെന്ന് കരുതി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുകയും ചെയ്തതുൾപ്പെടെ നിരവധി പ്രാവശ്യം അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അനേകർക്ക് ക്രിസ്തുവിൽ പിതാവായി ജീവിക്കുന്നതിൽ പൂർണ്ണ സംതൃപ്തിയോടെ മുന്നേറുകയാണ് കർത്താവിന്റെ ആ ധീര അഭിഷിക്തൻ. കോവിഡ് മഹാമാരിയുടെ ദിനങ്ങളിൽ പ്രത്യാശ പകരുന്ന വിശ്വാസ സാക്ഷ്യങ്ങളും പ്രബോധന പരമ്പരകളും ദിവ്യകാരുണ്യ ആരാധനയുടെ തിരുമണിക്കൂറുകളുമായി കത്തോലിക്ക യുവജനങ്ങൾ മെഡ്ജുഗോറിയ നാഥയുടെ തിരുസന്നിധിയിൽ. ലോകമെമ്പാടുമുള്ള വിശിഷ്യ യൂറോപ്പിൽ നിന്നുള്ള കത്തോലിക്ക യുവജനങ്ങളുടെ സംഗമമായ മെഡ്ജുഗോറെ ഇന്റർനാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ മ്ലാഡി ഫെസ്റ്റിന്റെ 32ാമത് എഡിഷൻ ഓഗസ്റ്റ് 1 തുടക്കമായത്. ലോക യുവജന സംഗമം കഴിഞ്ഞാൽ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ കത്തോലിക്ക യുവജന സംഗമങ്ങളിൽ ഒന്നാണ് മ്ലാഡി ഫെസ്റ്റ്. ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായ ഫാദർ സ്ലാവ്കോ ബാർബറിക്,
ഫാദർ ടൊമിസ്ലാവ് വ്ളാസിക് എന്നിവർ 1989 തുടക്കം കുറിച്ച യുവജന കൂട്ടായ്മ 1,00,000 പരം പേർ പങ്കെടുക്കുന്ന മഹാസംഗമമാണ് ഇപ്പോൾ. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നതാണ് ഓഗസ്റ്റ് 6 വരെ നീണ്ടു നിൽക്കുന്ന സംഗമത്തിന്റെ ആപ്തവാക്യം. ആരാധനാക്രമ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിന്റെ മുൻ അധ്യക്ഷൻ കർദിനാൾ റോബർട്ട് സാറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ശ്രദ്ധേയമായ കത്തോലിക്ക സാക്ഷ്യങ്ങൾക്കും ആത്മീയ ആനന്ദം സമ്മാനിക്കുന്ന സ്തുതി ആരാധനകൾക്കും വരും ദിനങ്ങൾ മരിയൻ തീർത്ഥാടന നഗരം വേദിയാകും. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രത്തിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ ആർച്ച് ബിഷപ്പ് ഹെൻറിക് ഹോസറിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുമുണ്ടാകും. 1981 പ്രദേശവാസികളായ 6 കുട്ടികൾക്ക് മാതാവ് ദർശനം നൽകിയത് മുതലാണ് യൂറോപ്യൻ രാജ്യമായ ബോസ്നിയയുടെ മഡ്ജുഗോരിയുടെ ഖ്യാതി ലോകമെങ്ങും വ്യാപിച്ചത്. ഓരോ വർഷവും 3.5 ദശലക്ഷം തീർത്ഥാടകരാണ് ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കാനെത്തുന്നത്. ലോകമനസാക്ഷിയെ ഞെട്ടിച്ച ഹിരോഷിമ നാഗസാക്കി ബോംബ് സ്ഫോടനത്തിന്റെ ഓർമ്മദിനത്തിൽ ഹിരോഷിമ അത്ഭുതം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന മഹാ അത്ഭുതത്തെ അനുസ്മരിച്ച് ആഗോള സഭ 2.5 ലക്ഷത്തോളം പേരുടെ മരണത്തിനിടയാക്കിയ അണുബോംബ് സ്ഫോടനത്തെ ജപമാല ശക്തിയാൽ അതിശയകരമായി അതിജീവിച്ച 4 ജസ്യൂട്ട് വൈദികരുടെ അനുഭവങ്ങൾ മാധ്യമങ്ങളിൽ ഇടം നേടിയത് വിസ്മയ വാർത്തയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കൊടും ഭീതിക്ക് ആക്കം വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു 1945 ആഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് തീരാ നൊമ്പരത്തിന്റെയും വൻ നാശത്തിന്റെയും അസംഖ്യം മരണത്തിന്റെയും കരിനിഴൽ വിരിച്ച് ഹിരോഷിമയെ രക്തക്കളമാക്കി മാറ്റിയത്. ക്ഷണം നേരം കൊണ്ട് നാമാവശേഷമായ കൂറ്റൻ കെട്ടിടങ്ങളും പൊടിപടലങ്ങളും രക്തഗന്ധവും കൊണ്ട് മരുഭൂമിയായി മാറിയ ഒരു വലിയ ചുറ്റളവിൽ തകർക്കപ്പെടാതെ നിലനിന്ന ഒരു വൈദിക ആശ്രമം പിന്നീട് വാർത്തകളിൽ ഇടം നേടുകയായിരുന്നു. ആശ്രമത്തിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടതിൽ നിന്നുണ്ടായ മുറിവുകൾ ഒഴിച്ചാൽ റേഡിയേഷന്റെ എല്ലാവിധ പരിണതഫലങ്ങളിൽ നിന്നും അവിടെയുള്ള വൈദികർ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുകയായിരുന്നു. 2,46,000 പേരുടെ മരണത്തിനിടയാക്കിയ അണുബോംബ് സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് സ്ഫോടനത്തിന്റെ വെറും 8 ബ്ലോക്ക് ദൂരത്തിൽ താമസിച്ചിരുന്ന ഈ വൈദികർക്ക് സംരക്ഷണം ലഭിച്ചത് എങ്ങനെയെന്നുള്ള അഭിമുഖ ചോദ്യങ്ങൾക്ക് അവരുടെ ഏകഖണ്ഡേനയുള്ള മറുപടി തങ്ങൾ ഫാത്തിമയിലെ മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശമനുസരിച്ച് ജപമാല ചൊല്ലി അനുദിനം ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നതായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലായി വിവിധ ഡോക്ടർമാർ 200ഓളം പ്രാവശ്യം അവരെ പരിശോധനകൾക്ക് വിധേയരാക്കിയെങ്കിലും അവരുടെ ശരീരത്തിൽ റേഡിയേഷന്റെ ഒരംശം പോലും കണ്ടെത്താനായില്ല. ഭാവിയിൽ അവർക്ക് രോഗങ്ങളും അകാല മരണവും ഉണ്ടായേക്കാമെന്ന വിധികളെ തിരുത്തിക്കൊണ്ട് 31 വർഷങ്ങൾക്കുശേഷം ഫിലഡൽഫിയയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ വെച്ച് ദുരിതത്തെ അതിജീവിച്ചവരിൽ ഒരാളായ ഫാദർ ഹ്യൂബർട്ട് ഷിഫർ തങ്ങൾ എല്ലാവരും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നുവെന്നും തങ്ങൾക്ക് പരിശുദ്ധ മറിയത്തിലൂടെ ലഭിച്ച സംരക്ഷണമായിരുന്നു ഹിരോഷിമ അത്ഭുതമെന്നും സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ലക്ഷക്കണക്കിന് മനുഷ്യരെ ക്ഷണം നേരം കൊണ്ട് നശിപ്പിക്കുന്ന അണുബോംബിന്റെ ശക്തിയെ നിർവീര്യമാക്കുന്ന ആയുധമായി ജപമാല പ്രാർത്ഥനയുടെ ശക്തി ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച സംഭവമായി ചരിത്രം കുറിക്കുകയായിരുന്നു ഹിരോഷിമ അത്ഭുതം. സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന പാർലമെന്റിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രമേയ അവതരണത്തിന് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ പരാജയം. കർത്തൃപ്രാർത്ഥനയ്ക്ക് പകരം മൗനപ്രാർത്ഥന ഏർപ്പെടുത്തണമെന്ന വിക്ടോറിയൻ സംസ്ഥാന പാർലമെന്റിൽ മെട്രോപൊളിറ്റനിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ ഫിയോണ പാറ്റൻ കൊണ്ടുവന്ന പ്രമേയമാണ് പരാജയപ്പെട്ടത്. പാർലമെന്റ് നടപടിക്രമം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചൊല്ലുന്ന സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിക്ടോറിയൻ സംസ്ഥാന പാർലമെന്റിൽ മെട്രോപൊളിറ്റനിൽ നിന്നുള്ള പാർലമെന്റ് അംഗം ഫിയോണ പാറ്റൻ കൊണ്ടുവന്ന പ്രമേയമാണ് പരാജയപ്പെട്ടത്. നാഷണൽ ലിബറൽ പാർട്ടി അടക്കമുള്ള പ്രധാന കക്ഷികളുടെ പിന്തുണ നേടാൻ കഴിയാതിരുന്നതാണ് പ്രമേയം പരാജയപ്പെടാൻ കാരണം. എന്നാൽ ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. പാർലമെന്റിൽ നടക്കുന്ന ഈ നീക്കം ദേശീയ തലത്തിലേക്കും വ്യാപിക്കുമെന്ന സൂചനകൾ മുന്നിൽ കണ്ട് ക്രിസ്ത്യൻ സംഘടനയായ ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ ലോബിയാണ് ഇമെയിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. അതേസമയം 1918 മുതൽ പാർലമെന്ററി നടപടികളുടെ ഭാഗമായ കർത്തൃപ്രാർത്ഥന ഇനിയും തുടരുമെന്ന് ഉറപ്പായെങ്കിലും സമാനമായ പ്രമേയം ഇനിയും ഉയർന്നു വരുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. പ്രാർത്ഥനയും ഇമെയിൽ ക്യാമ്പയിനും ഉൾപ്പെടെ വിശ്വാസി സമൂഹം നടത്തിയ കൂട്ടായ പ്രതിഷേധം ചർച്ചയായിരുന്നു. കർത്തൃപ്രാർത്ഥന നടത്തുന്ന പാരമ്പര്യം പാർലമെന്റിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് വിക്ടോറിയൻ പാർലമെന്റ് അംഗങ്ങൾക്ക് ആയിരങ്ങളാണ് ഇമെയിൽ അയച്ചത്. വിശ്വാസികളും ക്രൈസ്തവ സംഘടനകളും ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്.
കർഷക ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നെൽകൃഷിയുമായി തൃശൂർ എരുമപ്പെട്ടി കത്തോലിക്ക കോൺഗ്രസ്. പള്ളിയുടെ മുഴുവൻ സ്ഥലങ്ങളും തരിച്ചിടാതെ കൃഷിക്ക് ഉപയുക്തമാക്കാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ഷാജൻ തേർമടം പറഞ്ഞു. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ജനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഭക്ഷ്യക്ഷാമം നാം മറികടക്കുന്നത് കർഷകരുടെ വലിയ ത്യാഗോജ്ജലമായ സേവനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി കത്തോലിക്ക കോൺഗ്രസ് നെൽകൃഷി നടത്തുന്നത്. എരുമപ്പെട്ടി ഫൊറോന പള്ളിയുടെ സ്ഥലം പാട്ടത്തിനടുത്താണ് കത്തോലിക്ക കോൺഗ്രസ് നെൽകൃഷി നടത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. പള്ളിയുടെ മുഴുവൻ സ്ഥലങ്ങളും തരിച്ചിടാതെ കൃഷിക്ക് ഉപയുക്തമാക്കുവാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും മുഴുവൻ ജനങ്ങളും ലാഭേച്ഛ കൂടാതെ ജീവിതചര്യയുടെ ഭാഗമായി കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും കൃഷിയെ സ്നേഹിക്കണമെന്നും കാർഷിക വൃത്തിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എരുമപ്പെട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ ഷാജൻ തേർമടം പറഞ്ഞു. അസിസ്റ്റന്റ് വികാരി ഫാദർ സിജു പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ട്രഷററും എരുമപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റുമായ KC ഡേവിസ് അധ്യക്ഷത വഹിച്ചു. നടത്തുകൈക്കാരൻ PK ജെയിംസ്, കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന സെക്രട്ടറി ബിജു C വർഗീസ്, മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിൽ ഇടവക വൈദികർക്ക് പ്രാർത്ഥനാശംസകൾ നേർന്ന് CMC സന്യാസിനി സമൂഹം പുറത്തിറക്കിയ ഗാനം ശ്രദ്ധേയമാകുന്നു. CMC കോതമംഗലം പാവനാത്മ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് സ്നേഹപൂർവ്വം ഇടയർക്കായി എന്ന ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. ശാന്തി തൂകി ഉണർവേക്ക് നീങ്ങിടുന്ന വൈദിക ശ്രേഷ്ഠന്മാരെ, കരുണാർദ്ര സ്നേഹം പകർന്നേകും ഇടയർക്ക് പ്രാർത്ഥനാ ഗീതകങ്ങൾ. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിൽ ഇടവക വൈദികരെ ആദരിച്ചുകൊണ്ട് CMC സന്യാസിനിമാർ പുറത്തിറക്കിയ ഗാനത്തിൽ FCC, SABS, SH, SD, CSN, MSJ, ഹോളി ഫാമിലി, CMC സന്യാസിനി സമൂഹങ്ങളിൽ നിന്നുള്ള സന്യാസിനിമാരാണ് പാടിയിരിക്കുന്നത്. ഞങ്ങൾക്കേകി ആത്മീയ ജീവിതത്തിൻ കാവലാ, ഞങ്ങൾക്കേകി ആത്മീയ ജീവിതത്തിൻ കാവലാ. പാടി വാഴ്ത്തിടാം സ്നേഹകീർത്തനം, പാടിടുന്നു ഞങ്ങൾ ദിവ്യ കീർത്തനം. പാടി വാഴ്ത്തിടാം സ്നേഹകീർത്തനം, പാടിടുന്നു ഞങ്ങൾ ദിവ്യ കീർത്തനം. കോതമംഗലം രൂപതയിലെ ജീസസ് യൂത്ത്, മിഷൻ ലീഗ്, KCYM, ഫാമിലി അപ്പോസ്തലേറ്റ്, മാതൃവേദി അംഗങ്ങളും ഗാനാലാപനത്തിൽ പങ്കുചേരുന്നുണ്ട്. CMC സന്യാസിനി സഭയുടെ കോതമംഗലം പാവനാത്മ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ നവ്യ മരിയയും പ്രൊവിൻഷ്യൽ കൗൺസിലർ ടീമും പ്രൊവിൻസിന്റെ മീഡിയ ഹെഡ് സിസ്റ്റർ മരിയാൻസിയുമാണ് ഈ ഗാനത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ. മഹാമാരി തന്നാളിതിൽ അകറ്റി നിർത്തും ആത്മാക്കളെ, സമരിത്തൻ സോദരർ ധീരമാ ഏറ്റുവാങ്ങി തൃക്കരത്തിലേകുന്നു. സമരിത്തൻ സോദരർ ധീരമായി ഏറ്റുവാങ്ങി തൃക്കരത്തിലേകുന്നു. പാടി വാഴ്ത്തിടാം സ്നേഹകീർത്തനം, പാടിടുന്നു ഞങ്ങൾ ദിവ്യ കീർത്തനം. പാടി വാഴ്ത്തിടാം സ്നേഹകീർത്തനം, പാടിടുന്നു ഞങ്ങൾ ദിവ്യ കീർത്തനം. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.